ഹായ്, നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് പഠിക്കുന്നത്. സ്ഥിതിവിവരക്കണക്ക് ലാസ്റ്റ് ചാപ്റ്ററാണ്. നല്ല എളുപ്പമായിട്ടുള്ളൊരു ചാപ്റ്ററാണ് പഠിക്കുന്നത്. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പം ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് അറിയാം, ഒരു ശരാശരി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ശരാശരി, അതായത് ആവറേജ് എന്നൊക്കെ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് ശരാശരി എന്ന് പറയുന്നത്? ഇപ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ അതായത് നമ്മൾ ഒരു ക്ലാസ് ടെസ്റ്റ് കഴിഞ്ഞു, അതിൻ്റെ ഒരു മാർക്കുകൾ വന്നേക്കുവാണ്. ഇപ്പോൾ 13, 14, 10, 20-ലാണേ, 20-ൽ ആണെന്ന് ഓർക്കുക. ഓക്കെ, 15, 18. അപ്പം ഇങ്ങനെ കുറച്ച് മാർക്കുകൾ. അപ്പോൾ ഇത് മലയാളം, ഇത് SS, ഇത് ഹിന്ദി, ഇത് ഇംഗ്ലീഷ്, ഇത് മാത്സ്, അങ്ങനെയാണെന്ന് ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ശരാശരി മാർക്ക് എത്രയാണെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, നമുക്കറിയാം ശരാശരി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇത് എത്ര സബ്ജക്റ്റുകളുണ്ട്? 1, 2, 3, 4, 5 സബ്ജക്റ്റുകൾ. അപ്പോൾ നമ്മുടെ ശരാശരി എന്ന് പറയുന്നത് ഈ 5 സബ്ജക്റ്റുകളുടെ മാർക്കുകൾ കൂട്ടുക. ശരാശരി എന്താണെന്നാണ് കേട്ടോ. ശരാശരി ഈക്വൽ ടു ഈ 5 സബ്ജക്റ്റുകളുടെ മാർക്കുകൾ കൂട്ടുക. അപ്പോൾ എത്ര? 13, 14 പ്ലസ് 10 പ്ലസ് 15 പ്ലസ് 18. എന്നിട്ട് എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ ആ 5 മാർക്ക് സബ്ജക്റ്റുകൾ കൂടി കൂട്ടിയിട്ട് അതിനെ എൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എത്രയാണ്? 13, 14, 15, 13, 14, 15, 18, 10. അങ്ങനെയുള്ള ഈ 5 സബ്ജക്റ്റുകളുടെ മാർക്കുകൾ കൂട്ടിയിട്ട് അതിന് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. 5 എണ്ണം. അപ്പോൾ ഡിവൈഡഡ് ബൈ 5 എന്ന് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ശരാശരി കാണുന്നത്. അപ്പോൾ ഇവിടെ കൂട്ടുകയാണെങ്കിൽ 13, 70/5 എന്ന് വരും. 70/5 ഈക്വൽ ടു 14 എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ ശരാശരി മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? 14 ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ 10ാം ക്ലാസ്സിലാകുമ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ സ്ഥിതിവിവരക്കണക്കിൽ നമ്മൾ പഠിക്കുന്ന മറ്റൊരു പേരാണ്, ഈ ശരാശരിക്ക് പഠിക്കുന്ന മറ്റൊരു പേരാണ്, ഒരു ശരാശരി കാണുന്നതിന് പഠിക്കുന്ന പേരാണ് മാധ്യം. അപ്പം ഈ മാധ്യമാണ് ഈ ശരാശരിക്ക് കാണുന്നത് പഠിക്കുന്നത്. ഈ ശരാശരി കാണുന്നതിന് പറയുന്ന പേര് എന്ന് പറയുന്നത് എന്താണ്? മാധ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ശരാശരി കണ്ടുപിടിക്കുന്നത് എന്താണ്? മാധ്യമാണ്. ഇനി സപ്പോസ് ഇവിടെ വേറൊരു സബ്ജക്റ്റിൻ്റെ മാർക്ക് കൂടെ ഉണ്ടെന്ന് ഓർക്കട്ടെ. സയൻസിന് ഇവിടെ കിട്ടിയേക്കുന്ന മാർക്ക് ഒരു 5 മാർക്കേ ഉള്ളൂ. സയൻസിന് എത്രയാണ്? അല്ലെങ്കിൽ പോട്ടെ, ഇതിൽ തന്നെയാണേലും നമ്മൾ എക്സ്ട്രാ ചേർക്കുന്നത് 6 സബ്ജക്റ്റ് ആവില്ലേ, അതവിടെ നിൽക്കട്ടെ. ഇവിടെ തന്നെയാണേലും നമുക്ക് ഹിന്ദിക്ക് ഇവിടെ 5 മാർക്കേ കിട്ടുള്ളൂ. ഹിന്ദിക്ക് എത്രയാണ് കിട്ടിയത്? 5 മാർക്ക്. അപ്പോൾ നമ്മൾ പിന്നെ 5 മാർക്ക് വെച്ച് ഇവിടെ ശരാശരി കാണുമ്പോൾ എത്ര കിട്ടും? ഇവിടെ ഇത് 5 ആവും. അപ്പോൾ ഇവിടെ എന്താവും? 65/5 ആവും. 65/5 ആവുമ്പോൾ 13 എന്ന് നമ്മുടെ ആൻസർ വരും. അപ്പോൾ നമ്മളിവിടെ ഒന്ന് നോക്കിക്കേ. ഇവിടെ 13 എന്ന് പറയുമ്പോൾ 13 എന്ന് പറയുമ്പോൾ നല്ല നോക്കിക്കേ, 18 മാർക്ക് കിട്ടി മാത്സിന്. അപ്പം 5 മാർക്കുള്ളൂ ഹിന്ദിക്ക്. അപ്പോൾ ഹിന്ദി ടീച്ചർ സമ്മതിക്കുമോ? ആ കുട്ടിക്ക് ശരാശരി മാർക്ക് 13 ഉണ്ട്. ഇപ്പോൾ ഒരു കുട്ടിയുടെ ടോട്ടൽ ഇതായിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഹിന്ദിയുടെ മിസ് എന്താ പറയുക? ഈ കുട്ടി വളരെ ബൈക്കിൽ നല്ലപോലെ കഷ്ടപ്പെടണം, കുറച്ച് ലോ ലെവലിലുള്ള കുട്ടിയാണെന്ന് പറയുള്ളൂ 5 മാർക്കൊക്കെ കിട്ടിയാൽ. പക്ഷേ മാത്സ് ടീച്ചർ പറയും ഈ കുട്ടി എന്താ മാത്സിൽ അടിപൊളിയാണ്, നന്നായിട്ട് പഠിക്കുമെന്ന് പറയും. അപ്പോൾ ഈ കുട്ടിയെ ഏത് രീതിയിൽ, ഏറ്റവും നല്ല രീതിയിലും ഏറ്റവും താഴത്തെ രീതിയിൽ എന്നുള്ള രീതിയിൽ ഇരുത്താൻ 2 രീതിയിലുള്ള അഭിപ്രായങ്ങൾ വരില്ലേ.
അപ്പോൾ പക്ഷേ അത് ശരാശരി 13 പറഞ്ഞാൽ അത് എന്ന് പറയുമ്പോൾ എന്താ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇതാണ്. പക്ഷെ അത് പറ്റുമോ ഇവിടെ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട്? അത് അങ്ങനെ പറയാനായിട്ട് ഇത് ശരാശരി കാണിക്കുമ്പോൾ 13 എന്നുള്ള മാർക്ക് ആ ഒരു ലെവലിൽ ബുദ്ധിമുട്ടാണ് ആ ഒരു ഇത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടെയും വേറെ രീതിയിൽ ശരാശരി കണ്ടുപിടിക്കുന്ന ഉണ്ട്. അപ്പോൾ ഇങ്ങനെയും ശരാശരി വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ മാർക്കുകളെ ഡിസൈനിങ് ഓർഡർ ആരോഹണ ക്രമത്തിൽ അല്ലെ അവരോഹണ ക്രമത്തിൽ എഴുതുക. അപ്പോൾ ഏറ്റവും ചെറുത് ആദ്യം എഴുതി 5, 13, 13, 14, 15, 18. അപ്പം ഇങ്ങനെ എഴുതിയിട്ട് ഇതിൻ്റെ നടുക്ക് കിടക്കുന്ന നമ്പർ ഏതാണെന്ന് നോക്കും. അതാണ് ഇവിടെ ശരാശരിയായിട്ട് എടുക്കുന്നത്. ഇങ്ങനെ എടുക്കുന്നതിന് പറയുന്നതാണ് മധ്യമം എന്ന് പറയും. മധ്യമം. അപ്പം ഈ രണ്ട് രീതിയിലാണ് നമ്മൾ ശരാശരി. പക്ഷേ ഇവിടെയും എന്താണ് ഇതായിട്ട് എടുത്തപ്പോഴും എത്ര 14 കിട്ടിയത്. എന്നാലും എന്താണ് ഏകദേശം ആ ഒരു രീതിയിൽ പറയാനേ ഉള്ളൂ. അതും കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡാണോ അതുമല്ല, ആ ഒരു ലെവലാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതാണ് മാധ്യവും മധ്യമവും എന്ന് പറയുന്നത്. ഇങ്ങനെ രണ്ട് രീതിയിൽ ശരാശരി. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. മധ്യമവും മാധ്യവും കണ്ടുപിടിക്കുന്നത്. ഇപ്പം രണ്ടിൻ്റെയും മാധ്യത്തിന് മായും ഇടരുത്. അതായത് മദ്യം എന്നാകരുത് കേട്ടോ. അതുപോലെ മധ്യമം എന്നുള്ളത് മാധ്യമം എന്നാകരുത്. രണ്ടും വേറെ അർത്ഥമാണ് വരുന്നതല്ലോ. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ശരാശരിയാണ് ഇപ്പോൾ പഠിക്കുന്നത്. ഇപ്പോൾ എന്താണ് മാധ്യം, മീൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. മീൻ. മാധ്യം എന്ന് പറയുന്നത് ആകെത്തുക ബൈ എണ്ണം. നമുക്ക് കിട്ടിയിരിക്കുന്ന മാർക്കുകൾ എല്ലാം കൂടെ എന്താണെന്ന് വെച്ചാൽ എന്താണോ സബ്ജക്റ്റുകൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്, എന്ത് കാര്യമാണോ അതിൻ്റെ എല്ലാം ആകെത്തുക, അതിൻ്റെ എല്ലാം കൂടെ കൂട്ടുക, എന്നിട്ട് അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുക. ഇതാണ് നമുക്ക് കിട്ടുപിടി. ഇപ്പോൾ നമുക്ക് അത് ഇപ്പോൾ ഇവൻ നമ്പർ ആണെങ്കിലും ഓഡ് നമ്പർ എല്ലാം ആണെങ്കിലും ഇങ്ങനെ കണ്ടുപിടിക്കാൻ, മാധ്യം കണ്ടുപിടിക്കാൻ എല്ലാം ഒരുപോലെയാണ്. എല്ലാം എന്താ ചെയ്യുക, തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ മതി. നമുക്ക് വേറൊരു പ്രശ്നവും വരുന്നില്ല. പക്ഷേ നമ്മളിനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അടുത്ത ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ. ഇനി അടുത്ത ഇതെന്ന് പറയുന്നത് അപ്പോൾ ഒരു കൂട്ടം അളവുകളുടെ വലിപ്രക്രമത്തിൽ എഴുതുമ്പോൾ നടുക്ക് വരുന്ന അളവാണ് എന്ത് മധ്യമം. അപ്പോൾ മധ്യമം എന്നുള്ള രീതിയിൽ വരുമ്പോൾ, മധ്യമത്തിൽ വരുമ്പോൾ നമുക്ക് നടുക്ക് വരുന്നത് നമുക്കറിയാം. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ നടുക്ക് വരുന്ന നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഈവൻ നമ്പർ ആണെങ്കിൽ, അതായത് ഇരട്ട സംഖ്യ ആണെങ്കിൽ നടുക്ക് വരുന്ന സംഖ്യ എങ്ങനെ കണ്ടുപിടിക്കും? നടുക്ക് വരുന്ന സംഖ്യയെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും അല്ലേ? കാരണം നമ്മളിവിടെ ഇപ്പോൾ കുറച്ച് നമ്പേഴ്സ് എഴുതുകയാണ്. 5, 8, 9, 14, 15. ഇതിലാണ് നടുക്ക് വരുന്ന സംഖ്യ ഏതാ? 9 വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു നമ്പറും കൂടെ കൂടി 17 കൂടി. ഇപ്പോൾ ഇവിടെ നടുക്ക് വരുമ്പോൾ 9 നടുക്ക് വരുന്നത്? അല്ല. 14 വരുന്നത്? അതും പറയാൻ പറ്റില്ല. ഈ 9ൻ്റെയും 14ൻ്റെയും ഇടയ്ക്കുള്ള രീതിയിലല്ലേ വരുന്നത്. കാരണം ഇവിടെ 2 നമ്പർ, ഇവിടെ 2 നമ്പർ മാറ്റി നിർത്തിയാൽ ഇവർ 2 പേരും എന്താണ്, മിഡിലാണ് വരുന്നത്. ആ 2 പേരെയും എന്ത് ചെയ്യുക, 2 പേരുമാണ് മിഡിൽ വരുന്നത്. ഇപ്പം ഇങ്ങനെ വരുന്ന ഈവൻ നമ്പേഴ്സിൻ്റെ കേസിൽ ഈ നടുക്ക് വരുന്ന 2 നമ്പേഴ്സ് തമ്മിൽ കൂട്ടുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് എത്ര ഉണ്ട്, 2 നമ്പേഴ്സ് അല്ലേ, ആ 2 കൊണ്ട് ഹരിക്കുക. ഇത് 2 കൂടെ കൂട്ടിയിട്ട് പകുതി കാണുക. അപ്പോൾ ഇവിടെ മാധ്യമം കറക്റ്റ് ആയിട്ട് വരും. ഓക്കെ. ഇവിടെ വരുന്ന മധ്യമത്തിന് എന്ന് വെച്ചാൽ മധ്യത്തിൽ വരുന്ന അളവുകൾ. ഇരട്ടസംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്യുന്നത്, മധ്യത്തിൽ ഒരു സംഖ്യയ്ക്ക് പകരം 2 സംഖ്യകൾ വരും. ഇവയുടെ തുകയുടെ പകുതിയാണ് മധ്യമം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ ക്വസ്റ്റ്യൻസൊക്കെ ആയിട്ട് വരാം.